ഹായ് ഗൈസ്, ഹൗ യു ഡൂയിങ്? ഇന്ന് ഞാനൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ബ്രെഡിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 5 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ബേക്കറിയിൽ പോലെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ചെറിയ ബൗൾ എടുക്കുക, എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഓഫ് ലൂക്ക്വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺസ് ഓഫ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അത് നമുക്കൊരു 2.25 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിലേക്ക് ഷുഗർ 3 ടേബിൾ സ്പൂൺ, സോൾട്ട് 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ഈസ്റ്റ് ഓൾറെഡി പൊങ്ങിയിട്ടുണ്ടാകും. ആ സമയം നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഹാൻഡ്സ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മിക്സിങ് കുറച്ച് മെസ്സി ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. ഏകദേശം ഈ പരുവൊക്കെ ആകണം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു 1.5 to 2 hours. കുറച്ച് ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ഈ മാവ് പൊങ്ങത്തുള്ളൂ. ഞാൻ ചെയ്യാറ് ജസ്റ്റ് അവൻ്റെ ലൈറ്റ് മാത്രം ഓൺ ആക്കിയിട്ട് ഒരു ക്ലോത്തും കൊണ്ട് മൂടി അതിലേക്ക് വെക്കും. അപ്പോൾ 2 hours കഴിഞ്ഞു. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഈ പ്രോസസ്സ് അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രെഡ് കിട്ടും. ഇതിങ്ങനെ തന്നെ കുഴയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നാലേ ആ ബ്രെഡിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബേക്കിംഗ് പാനിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം 350 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 35 to 40 minutes. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ബേക്കറിയിൽ പോലെ കിട്ടുന്ന അതേ പരുവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.